ദൈവത്തിന്റെ മാനുഷിക സ്പർശം, ദ ഹ്യൂമൻ ടച്ച് ഓഫ് ദ ഡിവൈൻ. ആർ.ജെ. രത്നകർ. സ്വാമിയുടെ തൃക്കാക്കൽ സന്നിഹിതരായിരിക്കുക എന്നതും ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിൽ അവിടുത്തെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കുക എന്നതും ഒട്ടും എളുപ്പമുള്ള ഒരു കാര്യമല്ലായിരുന്നു. തീർച്ചയായും സ്വാമി സ്നേഹത്തിന്റെ മൂർത്തിമദ്ഭാവമായിരുന്നു, എപ്പോഴും ദയാലുവും എല്ലാവർക്കും പ്രാപ്യനുമായിരുന്നു. എങ്കിലും അച്ചടക്കത്തിന്റെയും കർത്തവ്യനിർവഹണത്തിന്റെയും കാര്യത്തിൽ അവിടുന്ന് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല. അലസതയെ അവിടുന്ന് വെറുത്തിരുന്നു. തെറ്റുകൾക്കൊട്ടും ഇടനൽകാത്ത വിധം നാം പെരുമാറണമെന്ന് അവിടുന്ന് ആഗ്രഹിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ ജോണിയിലും പെരുമാറ്റത്തിലും അവിടുത്തെപ്പോലെ കുറ്റമറ്റവരായിരിക്കാൻ നമ്മളെയെല്ലാം അവിടുന്ന് ആഗ്രഹിച്ചു. അപൂർണമായ യാതൊന്നും സ്വാമി ഒരിക്കലും അംഗീകരിക്കുമായിരുന്നില്ല. ഭക്തരിൽ നിന്നും അവിടുത്തെ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് ചുമതലയേൽപ്പിച്ചിട്ടുള്ളവരിൽ നിന്നും അവിടുന്ന് എപ്പോഴും ഏറ്റവും ഉയർന്ന മാനദണ്ഡങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ആരുടെയെങ്കിലും പെരുമാറ്റം അവിടുത്തെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ വരുമ്പോൾ അവിടുന്ന് ഏതുതരം അച്ചടക്കമാണ് നടപ്പിലാക്കിയിരുന്നത്? അവിടുത്തെ രീതി വ്യതിരിക്തമായിരുന്നു. അവിടുന്ന് ആ വ്യക്തിയോട് സംസാരിക്കുന്നത് പൂർണ്ണമായും നിർത്തും. ദക്ഷിണാമൂർത്തി ഭഗവാനെപ്പോലെ കേവലം മൗനത്തിലൂടെ ആ വ്യക്തിയെ അന്തർമുഖനാക്കാനും ആത്മപരിശോധന നടത്താനും സ്വന്തം കുറവുകളെക്കുറിച്ച് ബോധവാനാകാനും അവിടുന്ന് പ്രേരിപ്പിക്കും. ആരുടെയെങ്കിലും സാന്നിധ്യത്തിൽ ഒരാൾ ശാരീരികമായി ഉണ്ടായിരിക്കാം, ദിവസവും അവിടുത്തോടൊപ്പം ഭക്ഷണം കഴിക്കാം, എന്നാൽ ആ മൗനത്തിന്റെ വേളകളിൽ അയാളുടെ നേരെ ഒരു നോട്ടം പോലും നീളില്ല. ലളിതമായി പറഞ്ഞാൽ ആ വ്യക്തി നിലവിലില്ലാത്തതുപോലെ അയാൾക്ക് തോന്നിപ്പിക്കും. ഏതുവരെയെന്നാൽ ആ വ്യക്തിക്ക് സ്വന്തം അസ്തിത്വത്തിൽ പോലും സംശയം തോന്നാം. അവിടുത്തെ സ്ഥാപനങ്ങളിൽ ഭാരവാഹികളായി അടുത്തു പ്രവർത്തിച്ച പല മുതിർന്നയാളുകൾക്കും ഈ അനുഭവമുണ്ടായിട്ടുണ്ട്. ഒരവസരത്തിൽ സ്വാമി എന്നെ അന്വേഷിച്ചു, എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച ചില ചുമതലകൾ കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. അതുമാത്രമതിയായിരുന്നു. അടുത്ത 6 മാസത്തേക്ക് സ്വാമിയുമായി സംസാരിക്കാനുള്ള ഭാഗ്യം എനിക്ക് നിഷേധിക്കപ്പെട്ടു. എങ്കിലും ആ 6 നീണ്ട മാസങ്ങളിൽ അവിടുത്തെ വിളിക്ക് ഞാൻ കൊതിച്ചപ്പോൾ ഞാൻ ആത്മീയമായി വളർന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അത് എന്റെ സ്വന്തം നന്മയ്ക്കു വേണ്ടിയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ കാലഘട്ടത്തിൽ അവിടുത്തെ ദിവ്യമായ ഓർമ്മകളാൽ എന്റെ മനസ്സ് നിറഞ്ഞ് ഞാൻ നിരന്തരം അവിടുത്തോട് പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ അനുഭവിച്ച വേദന പിന്നീടെന്നെ അവിടുത്തേക്ക് കൂടുതൽ അടുപ്പിച്ചു. മാനുഷിക തലത്തിൽ നമ്മളുമായി ഇടപഴകുമ്പോൾ തന്നെ അവതാരം തന്റെ ദിവ്യത്വം എപ്പോഴും പ്രകടമാക്കുന്നത് എങ്ങനെയെന്ന് എടുത്തുപറയാൻ മാത്രമാണ് ഞാനിതിവിടെ പങ്കുവയ്ക്കുന്നത്. നമ്മളോടൊപ്പം അവിടുന്ന് ഇടപഴകി നമ്മളിൽ ഒരാളെപ്പോലെ ചിരിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് നമ്മൾക്കിടയിലൂടെ നടന്നു. അതിനാൽ അവിടുത്തെ കേവലം ഒരു മനുഷ്യനായി മാത്രം കരുതി തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത എപ്പോഴും ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് അവിടുന്ന് ഒരു ഭക്തനോട് "നിങ്ങളുടെ പ്രായം എത്രയാണ്?" എന്ന് ചോദിക്കും. തുടർന്ന് അതേ ദിവസം തന്നെ ഒരേ ചോദ്യം വീണ്ടും ആവർത്തിക്കും. ആ ഭക്തൻ ചിന്തിച്ചേക്കാം, ഞാനിത് അദ്ദേഹത്തോടിന്ന് രാവിലെ പറഞ്ഞതല്ലേ, സ്വാമി മറന്നുപോയോ? എന്നിരുന്നാലും അവിടുത്തെ ചോദിക്കൽ മറവികൊണ്ടോ അറിയേണ്ട ഏതെങ്കിലും ആവശ്യത്തിനോ ആയിരുന്നില്ല. കാരണം അവിടുന്ന് സർവജ്ഞനും എല്ലാവരുടെയും ഉള്ളിലിരിപ്പറയുന്ന സാക്ഷിയുമാണ്. ഭക്തന് സംസാരിക്കാനുള്ള അവസരം നൽകാൻ വേണ്ടി മാത്രമാണ് അവിടുന്ന് അങ്ങനെ ചെയ്തത്. അവിടുന്ന് തന്നോട് സംസാരിക്കുന്നതിന്റെ സന്തോഷം ആസ്വദിക്കാൻ വേണ്ടി മാത്രം നമ്മോട് അഭിസംബോധന ചെയ്ത ഓരോ വാക്കും നമുക്ക് നൽകിയത് അപാരമായ ആനന്ദം നൽകി. എന്നാൽ അവിടം നമ്മിലേക്ക് ഇറങ്ങിവന്ന് നമ്മിലൊരാളായി ഇടപഴകിയതുകൊണ്ട് മായയുടെ തിരശ്ശീല ചിലപ്പോൾ നമ്മുടെ കാഴ്ചയെ മറയ്ക്കുകയും അവിടുത്തെ ദിവ്യത്വം നമ്മെ മറന്നുകളയാൻ ഇടയാക്കുകയും ചെയ്തു. 2003 ബൃന്ദാവനിൽ വച്ച് സ്വാമിയുടെ ഇടുപ്പെല്ലിന് ഒടിവുണ്ടാവുകയും ശസ്ത്രക്രിയ ആവശ്യമായി വരികയും ചെയ്തു. അതിനുശേഷം അവിടം കാറിലോ വീൽചെയറിലോ ദർശനത്തിന് വരുമായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പുട്ടപ്പർത്തിയിൽ വെച്ച് വീണ്ടും അവിടുത്തെ ഇടുപ്പെല്ലിന് ഒടിവുണ്ടായി. അന്നു രാവിലെ ഏകദേശം രാവിലെ 8 മണിയാകാൻ 15 മിനിറ്റിന് എന്റെ പിതാവ് എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, "ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഉടൻ തന്നെ പുറപ്പെട്ട് പുട്ടപ്പർത്തിയിലേക്ക് വരൂ." ഞാനപ്പോൾ ബാംഗ്ലൂരിലായിരുന്നു. തലേദിവസം മാത്രം പുട്ടപ്പർത്തിയിൽ നിന്ന് മടത്തിവന്നതിനാൽ കാപ്പി കുടിച്ച് പത്രത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ ഭാര്യയും കുട്ടിയും പുട്ടപ്പർത്തിയിൽ തന്നെ തങ്ങിയിരുന്നു. പ്രശ്നം എന്തായിരിക്കുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. 10 മിനിറ്റ് വൈകി. എന്റെ പിതാവ് വീണ്ടും വിളിച്ചു, ഇത്തവണ ഭയത്തോടെ, "നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ?" അപ്പോഴാണിത് ചെറിയ കാര്യമല്ലെന്നും ഗൗരവമേറിയതാണെന്നും എനിക്ക് മനസ്സിലായത്. എന്റെ കൈവശമുള്ള പണം മുഴുവൻ പേഴ്സിൽ വെച്ച് ഞാൻ എന്റെ കാറിൽ കയറി പുട്ടപ്പർത്തിയിലേക്ക് കുതിച്ചു. ബാംഗ്ലൂരിലേക്ക് മടങ്ങിയെത്തി എന്റെ വീടിന്റെ വാതിലുകൾ വീണ്ടും തുറക്കാൻ 1.5 വർഷമെടുക്കുമെന്ന് എനിക്കപ്പോൾ അല്പം പോലും അറിയില്ലായിരുന്നു. അപ്പോഴേക്കും അന്ന് രാവിലെ എന്നെ വിളിപ്പിച്ച എന്റെ പിതാവ് ഈ ലോകം വിട്ടുപോയിരുന്നു. ജീവിതം എത്ര വിചിത്രമാണെന്ന് നോക്കൂ. അത് അപ്രതീക്ഷിത വഴിതിരിവുകളിലൂടെ കടന്നുപോകുന്നു. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. എങ്കിലും സ്വാമി തന്റെ സ്നേഹത്താൽ അത്തരം എല്ലാ സാഹചര്യങ്ങളെയും ധൈര്യത്തോടെ നേരിടാൻ എന്നെ സജ്ജനാക്കിയിരുന്നു. ഞാൻ പുട്ടപ്പർത്തിയിലെത്തിയപ്പോൾ സ്വാമിയുടെ പുതിയ ഒടിവിനെക്കുറിച്ചുള്ള ഞെട്ടുന്ന വാർത്ത എന്റെ പിതാവ് എന്നോട് പറഞ്ഞു. എങ്കിലും അന്ന് ഉച്ചകഴിഞ്ഞ് സ്വാമിയുടെ ദർശനം ലഭിച്ചപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെയാണ് അവിടം കാണപ്പെട്ടത്. പതിവുപോലെ അവിടം കാറിൽ പുറത്തുവന്ന് ഭക്തരെ അനുഗ്രഹിച്ചു.
ഒന്നാഴ്ച കഴിഞ്ഞിരിക്കാം. ഒരു രാത്രി അമ്മ ഭയത്തോടെ എന്നെ വിളിച്ചുണർത്തി അപ്പായുടെ അച്ഛന്റെ നില പെട്ടെന്ന് ഗുരുതരമായെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ഞാൻ അദ്ദേഹത്തെ തൊട്ടപ്പോൾ ശരീരം തണുത്തിരുന്നു. ഉടൻ തന്നെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചതുപോലെ അദ്ദേഹത്തിന് ഹൃദയാഘാതം സംഭവിച്ചിരുന്നു. അടുത്ത ദിവസം രാവിലെ 8 മണിയോടെ ഞാൻ സ്വാമിയുടെ വസതിയിൽ ചെന്ന് സാഹചര്യം ധരിപ്പിച്ചു. ആശുപത്രി അധികൃതർ സ്വാമിയെ വിവരമറിയിച്ചിരുന്നു. ഞാൻ അവിടുത്തെ കാൽക്കൽ മുട്ടുകുത്തി നിന്നപ്പോൾ എന്റെ ഹൃദയം ഭാരപ്പെട്ടിരുന്നു. സ്വാമിയുടെ ഇളയ സഹോദരൻ കൂടിയായ സ്വാമിയോട് എന്റെ അച്ഛന്റെ അവസ്ഥയെക്കുറിച്ച് എനിക്കെങ്ങനെ സംസാരിക്കാൻ കഴിയും? ധൈര്യം സംഭരിച്ച് ഞാൻ കാര്യം വിശദീകരിച്ചു. സ്വാമി എന്റെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കി സൗമ്യമായി പറഞ്ഞു, നമുക്കെന്തു ചെയ്യാൻ കഴിയും? നിങ്ങളുടെ അച്ഛന്റെ ശ്വാസകോശം തളർന്നിരിക്കുന്നു. ആ വാക്കുകൾ എന്നിൽ ഭയം നിറച്ചു. കാരണം സ്വാമിയുടെ സാധാരണയെന്ന് തോന്നുന്ന സംസാരങ്ങൾക്കുപോലും ഭാവിയെക്കുറിച്ച് അഗാധമായ അർത്ഥമുണ്ടെന്ന് എന്റെ ദീർഘകാലത്തെ അനുഭവം കൊണ്ട് എനിക്കറിയാമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലത്ത് ദർശനവരിയിൽ എന്റെ തൊട്ടിലിരുന്ന് രക്തകാർബുദം ബാധിച്ച് കഷ്ടപ്പെടുന്ന തന്റെ സഹോദരിക്കു വേണ്ടി സ്വാമിയോട് പ്രാർത്ഥിച്ച ഒരു സുഹൃത്തിനെ ഞാൻ ഓർത്തുപോയി. സ്വാമി പറയുന്നത് ഞാൻ കേട്ടു. ഭയപ്പെടേണ്ട, ഞാൻ അവൾക്ക് പുതിയ രക്തം നൽകാം. അവൾക്ക് സുഖം പ്രാപിക്കുമെന്ന് കരുതി കുടുംബം സന്തോഷിച്ചു. എന്നാൽ 3 ദിവസം കഴിഞ്ഞ് അവൾ അന്തരിച്ചു. സ്വാമി ആ കുടുംബത്തെ ഒരു അഭിമുഖത്തിനായി വിളിച്ചപ്പോൾ അവളുടെ പിതാവ് വിലപിച്ചു. സ്വാമി, നിങ്ങൾ അവൾക്ക് പുതിയ രക്തം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു, എന്നാൽ അവൾ ഇപ്പോഴില്ല. പുതിയ രക്തം എന്നു പറഞ്ഞാൽ പുതിയ ശരീരത്തോടും പുതിയ ജീവിതത്തോടും കൂടി അവൾ പുനർജന്മം പ്രാപിക്കുമെന്നാണ് സ്വാമി അർത്ഥമാക്കിയത് എന്ന് സ്വാമി ആ കുടുംബത്തെ സൗമ്യമായി ആശ്വസിപ്പിച്ചു. സ്വാമി പറഞ്ഞപ്പോൾ നിങ്ങളുടെ അച്ഛന്റെ ശ്വാസകോശം തളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ ആ ഓർമ്മയുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വിറച്ചുപോയി. എന്റെ അച്ഛൻ എപ്പോഴും ആരോഗ്യവാനും ശക്തനുമായിരുന്നു. എങ്കിലും അപകടം മണത്തറിഞ്ഞ് എന്റെ മനസ്സ് അസ്വസ്ഥമായി. ഒഴിവാക്കാനാവാത്തതിനായി സ്വാമി എന്നെ മാനസികമായി ഒരുക്കുകയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. സ്വാമി ഡോക്ടർമാരെ വിളിക്കുകയും ചികിത്സ നേരിട്ട് നിരീക്ഷിക്കുകയും അമേരിക്കയിൽ നിന്ന് സ്പെഷ്യലിസ്റ്റുകളെ വരെ വിളിക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കൻ ഡോക്ടർ ആവേശത്തോടെ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ അച്ഛനെ 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യും. അദ്ദേഹം വളരെ നന്നായി സുഖം പ്രാപിച്ചു. അദ്ദേഹം ആഗ്രഹിച്ചെങ്കിൽ പറക്കാൻ പോലും കഴിയുമായിരുന്നു. അത്രത്തോളം ആവേശഭരിതമായ പ്രസ്താവനയായിരുന്നു അത്. എന്റെ സന്തോഷത്തിനതിരുകളില്ലായിരുന്നു. വാർത്തയുമായി ഞാൻ ശാന്തവും സംയമനവുമായ സ്വരത്തിൽ കേട്ട സ്വാമിയുടെ അരികിലേക്ക് കുതിച്ചു. ശരി, എന്നാൽ അച്ഛനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിനു മുൻപ് അറിയുക. ഞാനൊരു വലിയ വാഹനം അയക്കാം. അദ്ദേഹത്തെ കിടത്തിക്കൊണ്ടുവരണം. എന്റെ ഉള്ളിൽ വീണ്ടും ആശങ്ക ഉടലെടുത്തു. അദ്ദേഹത്തിന് കിടന്നു യാത്ര ചെയ്യേണ്ടി വന്നത് കേന. ഒരു കാറിൽ സുഖമായിരുന്ന് യാത്ര ചെയ്യാമായിരുന്നില്ലേ? 2 ദിവസത്തിനുള്ളിൽ അച്ഛന്റെ ആരോഗ്യനില വഷളായി. അന്ന് സന്തോഷത്തോടെ സംസാരിച്ച അതേ അമേരിക്കൻ ഡോക്ടർ ഇപ്പോൾ നിസ്സഹാജത സമ്മതിച്ചു. ആശുപത്രിയിൽ 25 ദിവസത്തിനു ശേഷം എന്റെ അച്ഛൻ അന്ത്യശ്വാസം വലിച്ചു. സ്വാമി ഒരു വലിയ വാഹനം അയക്കുമെന്ന് പറഞ്ഞതിന്റെ കൃത്യം 4-ാം ദിവസം അച്ഛന്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിക്കാൻ ഒരു വലിയ ആംബുലൻസ് അയച്ചു. ആ ആംബുലൻസിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാമിയുടെ വാക്കുകൾ എന്റെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. തീർച്ചയായും അച്ഛന്റെ അസുഖകാലം മുഴുവൻ വരാനിരിക്കുന്ന നഷ്ടത്തെ നേരിടാൻ സ്വാമി തന്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എന്നിൽ ശക്തിയും ധൈര്യവും നിറച്ചിരുന്നു. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അണാന്നുമായി മാനസികമായി ബന്ധപ്പെട്ടിരിക്കേണ്ടത്. ആ ആന്തരിക ബന്ധത്തിലാണ് ഏതു സാഹചര്യത്തെയും നേരിടാനുള്ള ശക്തിയുള്ളത്. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ സ്വാമി നമ്മെ എങ്ങനെ പരിശീലിപ്പിക്കുന്നുവെന്നും നമ്മുടെ ക്ഷേമം അവിടുന്ന് എങ്ങനെ നോക്കുന്നുവെന്നും കാണിക്കാൻ മാത്രമാണ് ഞാൻ ഈ അനുഭവങ്ങൾ വിവരിക്കുന്നത്. നമ്മൾ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ജനക്കടൽ തന്നെ ഒത്തുകൂടി. വലിയ ഔദാര്യമുള്ള വ്യക്തിയായിരുന്ന അദ്ദേഹം സഹായം തേടിവന്ന ആരെയും വെറുതെ വിട്ടിരുന്നില്ല. കൂടാതെ മുഴുവൻ ഗ്രാമത്തിന്റെയും സ്നേഹവും വാത്സല്യവും അദ്ദേഹം നേടിയിരുന്നു. അദ്ദേഹത്തിന് വിട പറയാൻ ആയിരക്കണക്കിന് ആളുകൾ കരഞ്ഞും ദുഃഖം പ്രകടിപ്പിച്ചും എത്തിച്ചേർന്നു. സംസ്കാര ചടങ്ങുകളുടെ ദിവസമായ ഉച്ചയ്ക്ക് 2:30 ഇളയച്ചന്റെ അന്തിമകർമ്മങ്ങളുടെ ക്രമീകരണങ്ങളെക്കുറിച്ച് സ്വാമിയെ അറിയിക്കാൻ ഞാൻ സ്വാമിയുടെ വസതിയിലേക്ക് പോയി. സ്വാമി അത്യധികം ദുഃഖിതനായി കാണപ്പെട്ടു. ഇതൊരു തീർത്തും വ്യക്തിപരമായ നിമിഷമായിരുന്നു. എങ്കിലും ഞാനിതിവിടെ പങ്കുവയ്ക്കുന്നു. ആശ്വാസം തേടി ഭാരമായ ഹൃദയത്തോടെ ഞാൻ അവിടുത്തെ കാൽക്കലിരുന്നപ്പോൾ അച്ഛന്റെ വിയോഗത്തിൽ ഞാനനുഭവിച്ചതിനേക്കാൾ കൂടുതൽ ദുഃഖിതനായി സ്വാമി കാണപ്പെട്ടു. ആശ്വസിപ്പിക്കാൻ ഞാൻ വല്ലാതെ പാടുപെട്ടു. സാരമില്ല സ്വാമി, എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്, യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നു പറഞ്ഞു. സ്വയം ശാന്തനായ ശേഷം അവിടുന്ന് ചോദിച്ചു, അമ്മ എങ്ങനെയുണ്ട്? അമ്മയോട് പറയൂ, ശക്തനാകാൻ വേണ്ടിയാണ്. എന്റെ മനസ്സിൽ നിന്ന് ദുഃഖത്തെ അകറ്റിക്കളയാൻ മാത്രമായിരുന്നു ആ സംഭവമെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. നമ്മെ ദുഃഖത്തിൽ കാണാൻ അദ്ദേഹത്തിന് കഴിയാത്തതിനാൽ നമ്മെ ദുഃഖത്തിൽ നിന്ന് കരകയറ്റാൻ അദ്ദേഹം ഏത് അറ്റത്തോളവും പോകും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഇടപെടലുകളിലെല്ലാം സ്വാമി മനുഷ്യനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു.
എന്നിരുന്നാലും അതിലുപരിയായി അദ്ദേഹം തന്റെ ദിവ്യത്വം ഒരേ സമയം വെളിപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം നമ്മിലൊരാളായി പെരുമാറി. കാരണം അവതാരം പോലും ഒരു മനുഷ്യനെപ്പോലെ പെരുമാറേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്കെങ്ങനെ അദ്ദേഹത്തെ സമീപിക്കാൻ കഴിയും, നമുക്കെങ്ങനെ അദ്ദേഹവുമായി അടുപ്പം സ്ഥാപിക്കാൻ കഴിയും? അദ്ദേഹം നിരന്തരം ദിവ്യത്വം മാത്രം പ്രസരിപ്പിച്ചിരുന്നെങ്കിൽ നമ്മിൽ ആർക്കും അദ്ദേഹത്തിനടുത്ത് പോകാൻ കഴിയുമായിരുന്നില്ല. കാരണം നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും എപ്പോഴും ശുദ്ധമല്ല. നാം അദ്ദേഹത്തിന്റെ മുന്നിലിരിക്കുമ്പോൾ അദ്ദേഹം തന്റെ സർവ്വജ്ഞാനം വെളിപ്പെടുത്തുകയും നമ്മുടെ തെറ്റുകളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തിരുന്നെങ്കിൽ നാം ഭയന്നു വിറയ്ക്കുമായിരുന്നു. ദൈവത്തോടുള്ള സ്നേഹമായ ദൈവപ്രീതി വളർത്തിയെടുക്കുന്നതിനു പകരം നാം ദൈവഭീതി, ദൈവത്തോടുള്ള ഭയം മാത്രമേ വളർത്തിയെടുക്കൂ. അതിനാൽ നമ്മിലൊരാളായി നമ്മോടൊപ്പം ഇടപഴകാൻ അദ്ദേഹം തിരഞ്ഞെടുത്തു. നമ്മെ പരിപാലിച്ചുകൊണ്ട്, തലോടിക്കൊണ്ട്, തമാശകൾ പറഞ്ഞുകൊണ്ട്, ആവശ്യമുള്ളപ്പോൾ ശാസിച്ചുകൊണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഉയർന്ന അവസ്ഥയിലേക്ക് പടിപടിയായി നമ്മെ ഉയർത്തിക്കൊണ്ട്. ഈ ഘട്ടത്തിൽ അവതാരതത്വത്തിന്റെ സാരം സ്വാമി തന്നെ വിശദീകരിച്ച ഒരു മനോഹരമായ കാവ്യശ്ലോകം ഞാൻ ഓർക്കുന്നു. അവതാരം എന്നു പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത്? മനുഷ്യരാശിയോടുള്ള സ്നേഹവും അനുകമ്പയും കാരണം ദൈവം മനുഷ്യന്റെ തലത്തിലേക്ക് താഴുകയും ജീവപ്രജ്ഞയും മനുഷ്യന്റെ ബോധവും ദൈവപ്രജ്ഞയും ദിവ്യമായ ബോധവും ഒരേ സമയം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. അങ്ങനെയാണ് സ്വാമി ജീവപ്രജ്ഞയും ദൈവപ്രജ്ഞയും വെളിപ്പെടുത്തിയത്. ജീവിതയാത്രയിൽ സ്വാമി നമ്മോടൊപ്പമുണ്ടാകുക എന്നത് പരമമായ ഒരു അനുഗ്രഹമാണ്. അദ്ദേഹത്തെ അറിയുക, അദ്ദേഹത്തിന്റെ പാതയിലൂടെ നടക്കുക, ജീവിത പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുക എന്നത് അതിലും വലിയ സൗഭാഗ്യമാണ്. അദ്ദേഹത്തിനുവേണ്ടി പ്രവർത്തിക്കുക, അദ്ദേഹത്തിന്റെ ദിവ്യദൗത്യത്തിൽ പങ്കാളിയാകുക എന്നത് തീർച്ചയായും പല ജന്മങ്ങളിലൂടെ നേടിയെടുത്ത ഒരു വരദാനമാണ്. സ്വാമി നമ്മെ എല്ലാവരെയും അത്തരമൊരു വരദാനം എപ്പോഴും അനുഗ്രഹിക്കട്ടെ. സമസ്ത ലോക സുഖിനോ ഭവന്തു. എല്ലാ ലോകങ്ങളും സന്തോഷത്തോടെ ഇരിക്കട്ടെ. ശ്രീ സത്യസായി സെൻട്രൽ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ് ലേഖകൻ.